ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നമ്മളൊരു വെറൈറ്റി ടേസ്റ്റിലുള്ള ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പ്രൗൺസ് ബിരിയാണിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുവാനായിട്ട് 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരൽപ്പം പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പ്രൗൺസിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പ്രൗൺസ് മിക്സായി വരുന്ന ആ ടൈം കൊണ്ട് നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കി എടുക്കാം. ബിരിയാണി റൈസ് റെഡിയാക്കുന്നതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 6 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 2 പീസ് കറുകപ്പട്ട എന്നിവ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സ്പൈസസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഞാനിവിടെ 1/2 കിലോ ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ റൈസ് ജസ്റ്റ് ഒന്ന് ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. റൈസ് ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് റൈസ് വേകുന്നതിന് എത്ര വെള്ളം ആവശ്യമാണോ അത്രയും വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. റൈസ് നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നോക്കാം. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 90% ആണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഈ വെള്ളമെല്ലാം കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ ബിരിയാണി റൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രൗൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഈ ഓയിലിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം.
പ്രോൺസ് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി കഴിക്കാനായിട്ട്. നമ്മളെപ്പോഴും ബീഫ്, ചിക്കൻ ഒക്കെ യൂസ് ചെയ്തിട്ടല്ലേ ബിരിയാണി തയ്യാറാക്കാറുള്ളത്. ഈ പ്രോൺസ് ബിരിയാണി വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമ്മുടെ പ്രോൺസ് ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം നമ്മുടെ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാൻ പാടില്ല. ഇതുപോലെ നല്ല ഭംഗിയായിട്ടിരിക്കണം. പ്രോൺസ് രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഓയിലിൽ നിന്നൊന്ന് കോരി മാറ്റാം. പ്രോൺസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയുടെ മസാല തയ്യാറാക്കിയെടുക്കാം. ഈ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി മസാല തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 ഒനിയൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് വാടി വരണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വാടിക്കിട്ടും. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഒരു ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വാടി വരണം. ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് വാടി കിട്ടണം. ടൊമാറ്റോയും ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കൊക്കനട്ടും അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്, പുതിനയില, മല്ലിയില, ഒരു 5 ഗ്രീൻ ചില്ലി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അപ്പം ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു മസാല മിക്സിൻ്റെ എരിവിന് ആവശ്യമായിട്ടുള്ള ഗ്രീൻ ചില്ലി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 5 ഗ്രീൻ ചില്ലിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ പ്രോൺസ് ബിരിയാണി മസാലയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അസാധ്യ ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഒന്ന് തൂവിക്കൊടുക്കാം. ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം ഒരല്പം ലൈം ജ്യൂസിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്ത കുറച്ച് ഒനിയൻ, കാഷ്യൂ, കിസ്മിസ് എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം നന്നായിട്ട് ഇതിൽ ആവുള്ളൂ. അതിനായിട്ട് നമുക്കിതൊന്ന് മാറ്റാം. ഇതുപോലുള്ള ഒരു പരന്ന തവ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി വെച്ച് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മൂടിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഫ്ലേവേഴ്സ് എല്ലാം ഇറങ്ങി നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ദം ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രോൺസ് ബിരിയാണി എന്തായെന്നൊന്ന് തുറന്നു നോക്കാം. അസാധ്യ ടേസ്റ്റിലുള്ള പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.